ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബി ഹാപ്പി വ്ളോഗിൻ്റെ കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെഡിയായോ? അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എളുപ്പത്തിൽ ബുദ്ധിമുട്ടൊന്നും കൂടാതെ എളുപ്പത്തിൽ എങ്ങനെ ചപ്പാത്തി കുഴയ്ക്കാം, പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കിയെടുക്കാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 2 ഗ്ലാസ് പൊടിയാണ്, ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം എടുക്കുന്ന പൊടിയുടെ പാതി അളവ് വെള്ളം എന്ന കണക്കാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടുതലായിട്ട് ഒട്ടും തന്നെ വേണ്ട. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ആ 1 ഗ്ലാസ് വെള്ളം ഈ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയിലോട്ട് ഒഴിക്കാവുന്നതാണ്. പാകത്തിന് ഉപ്പ് ഒഴിച്ച് ആദ്യം ചൂടുള്ള വെള്ളമായതുകൊണ്ട് സ്പൂൺ കൊണ്ട് അല്പം വേഗം തന്നെ ഇളക്കി കൊടുക്കുക. അല്പം ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നല്ല ശക്തമായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ കൈകൊണ്ട് എത്രമാത്രം മാവ് കുഴയ്ക്കുന്ന അത്രയും ചപ്പാത്തിക്ക് ടേസ്റ്റും സോഫ്റ്റ്നെസ്സും കൂടുതലുണ്ടാകും കേട്ടോ. പിന്നെ വെള്ളം ഒരു തരി എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണ്ട, ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് കറക്റ്റ് അളവ്. എടുക്കുന്നതിൻ്റെ പകുതി വെള്ളം എന്ന അളവാണ് നമ്മൾ മനസ്സിലോർത്തിരിക്കേണ്ടത്. അപ്പോൾ ഒട്ടും കൂടി പോകത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ മാവ് പരത്താനും ചുട്ടെടുക്കാനും എല്ലാം എളുപ്പമാണ് കേട്ടോ, കറക്റ്റ് വെള്ളം അളവ് പാകമാണെങ്കിൽ. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇത് ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി. എളുപ്പമായി, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പരത്താനും നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശമായിട്ടുണ്ട്. അപ്പം നല്ല ഒരു പാകമായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ നിന്ന് കുഴിച്ച് നോക്കുമ്പം നല്ല സോഫ്റ്റായിട്ടത് താന്നു വരും. അതാണ് അതിൻ്റെ ഒരു പാകം. ആ ഒരു പാകത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബോളുകളാക്കി വെക്കാം. ബോളുകളാക്കി നമുക്ക് ഒരു പാത്രം കൊണ്ട് മൂടി വെക്കണം കേട്ടോ. ഇത് ഈ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് അത് കാറ്റൊക്കെ അടിച്ചാൽ ഡ്രൈ ആയാൽ പിന്നെ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും മൂടി വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിത് ഒരു കുപ്പിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി പരത്താൻ കോലില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഇത് ഉപകാരപ്പെടും. നല്ല എളുപ്പമാണ് കേട്ടോ, നല്ല ഈസിയാണ്, നല്ല കംഫോർട്ടാണ് ഇത് ഇങ്ങനെ ഈ കുപ്പി കൊണ്ട് ചെയ്തിട്ടും. ഉണ്ടോ, പാകത്തിന് വെള്ളമായതുകൊണ്ട് ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചപ്പാത്തി പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ മറുവശത്തോട്ട് മറിച്ചിട്ടിട്ട് 2 പ്രാവശ്യം മറിക്കുമ്പോഴത്തേക്കും നല്ല പൊന്തി വരുന്നതായിരിക്കും ചപ്പാത്തി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, താങ്ക് യു.